ഏകദേശം സെറ്റാണ്. ഞങ്ങളിന്ന് ഒരു ഔട്ടിങ് പോവാണ്. അപ്പോൾ ഓക്കെ, യാമിമോളൊന്ന് ഡ്രസ്സ് ചെയ്യാനൊക്കെ ഉണ്ട്. താത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് മാറ്റി വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. താഴത്തേക്ക് ഇറങ്ങാൻ കാത്ത് വരുന്നുണ്ടായിരുന്നു. യാമിമോൾ ഷൂസൊക്കെ ഒറ്റക്കിട്ടോ. എന്താ എത്ര എക്സൈറ്റ്മെൻറ്റ് എന്നല്ല, ഞങ്ങൾ എല്ലാവരും പാടെ ഒരുമിച്ച് കൂടാനുള്ള പരിപാടിയാണ്. ഞാൻ കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും ഓരോരോ ഐറ്റംസ് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ തട്ടിക്കൂട്ടിയിട്ടുണ്ട്. ഒറ്റക്കൊക്കെ ഷൂസ് ഇട്ടിക്കണേ. ഇതാ ഇവിടെ ബാഗ് ഇവിടെ റെഡിയാക്കി വെച്ചണേ. ചാച്ചാ പോവാ, ചാച്ചാ എന്നാണ് അദ്ദേഹം വരെ ലേറ്റ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ കാക്കേനെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ പോവുകയാണ്. അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു. ട്രാഫിക്കും ഉണ്ടായിരുന്നു ഉച്ച ആയതുകൊണ്ട് തന്നെ. ഏകദേശം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ പോകുന്ന ബൈക്കിൽ ഇഷ്ടം പോലെ വാട്ടർ മെലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടി ഒന്ന് സൈഡാക്കി കാക്ക ഒരു വാട്ടർ മെലൻ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. റോഡ് സൈഡിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേങ്കിൽ അവരൊക്കെ ഇരിക്കണം, അവരെയും വേണം സമ്മതിക്കുക, അത്രയും ചൂടത്ത്. പിന്നെ നേരെ കാക്കാൻ്റെ ഫ്ലാറ്റിൽ പോയി കുട്ടികളെയും കൂടി എടുത്തിട്ടോ. പിന്നെ ഫുൾ വൈബ് ഓണായേ. ഞങ്ങളെല്ലാവരും അടിപൊളിയാണ്. ഇറങ്ങിക്കൂടി ഇറങ്ങിക്കൂടി ഇറങ്ങിക്കൂടി. ഇപ്പോഴും കഴിഞ്ഞില്ലേ, നമ്മൾ എത്തി സ്ഥലം. മമ്മ ഫോണാണ്. എന്റെ ഹെയർബൻഡ്. അപ്പോൾ ഞങ്ങൾ സ്ഥലം എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ച് ലേറ്റായി. കാക്കാക്ക് മീറ്റിംഗ് ഉണ്ടായതുകൊണ്ട് തന്നെ ലവിതാത്തിൻ്റെ ടീംസൊക്കെ ആദ്യം തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോലെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓലെ ഡോറ് തുറന്ന് തന്നാലും ഞങ്ങൾക്ക് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പുറത്ത് തന്നെ നിൽക്കുകയാണ്. മക്കൾസൊക്കെ ഫുൾ സെറ്റാണ്. എല്ലാവരും യോയോ അടിച്ച് നിൽക്കുക കേട്ടോ. അപ്പോൾ ഇതാക്കണോ ഫിനിക്കുട്ടി ഉണ്ട്, നെസ്സും ഉണ്ട്, ദാനിമോളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതാക്കണോ നമുക്ക് ഡോറ് തുറന്ന് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണോ നമ്മൾ എൻട്രി ചെയ്യാണ്. എങ്ങനെ ഉണ്ടാവുമെന്നൊന്ന് പോയി നോക്കാം കേട്ടോ. ഞങ്ങൾ ഫുൾ സെറ്റിങ്സ് ഉണ്ട്. ഞങ്ങൾ വാട്ടർ മെലോണും ഫ്ലാസ്കും സ്വീറ്റ്സും എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണോ കാക്കി ഞങ്ങളെല്ലാവരും പാടെ അകത്ത് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു ഫുട്ബോളൊക്കെ കളിക്കാനുള്ളത് സെറ്റപ്പാണ് ആദ്യമായിട്ടുള്ളത്. പിന്നെ സൈഡിലൊക്കെ ഇതാക്കണോ ഒരുപാട് റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ നല്ലൊരു സമാധാനമായിരുന്നു. നമ്മളെല്ലാവരും സെറ്റപ്പിലായിരുന്നു. അപ്പോൾ ഇതാക്കണോ ദിലുമോന് വാട്ടർ മെലോണൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അതിനെ കളിയാക്കി ഇഷ്ടംപോലെ എന്തൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാക്കണോ അങ്ങനെ പോയപ്പോഴാണ് കാക്ക അങ്ങനെ ഒരു സംഭവം കാണിച്ചു കേട്ടോ. എനിക്കിതൊക്കെ പുതിയൊരു അറിവാണ്. കാക്ക അതിനെക്കുറിച്ച് പറഞ്ഞു തരുമായിരുന്നു. ഈ സാധനം വെക്കും, ആട് മൊത്തം വെച്ചിട്ട് ഗ്യാസിനാണ് ചൂടുക. ഒരാടിന് ഫുള്ളായിട്ട് ചുടാനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങളത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡൊക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് ലേഡീസിനൊക്കെ ഒന്ന് ഫ്രീ ആയിരിക്കാമല്ലോ. ഇനി കയറി ചിലപ്പോൾ ഒരു ഡൈനിങ് ഹാൾ പോലെ ഒരു ഹാളാണുള്ളത് കേട്ടോ. ഞങ്ങൾ സാധനങ്ങളെല്ലാം അതോടെ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടീം അവിടെ പോയി കുളിക്കലൊക്കെ തുടങ്ങിയത്. നമ്മൾ മെയിനായിട്ട് വന്ന് എന്തിനാ പറയുക, കുളിക്കാനാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ സ്വിമ്മിംഗ് പൂളുണ്ട്, അതൊന്നും ഉല്ലസിക്കാൻ നല്ല ചൂടല്ലേ, അപ്പോൾ ഒന്ന് സെറ്റ് ആവുമല്ലോ. പിന്നെ ഇങ്ങനെ വരുമ്പോൾ ചെറിയൊരു പാർക്ക്, പിന്നെ അതുപോലെ തന്നെ ഒരു ഓപ്പൺ ഏരിയ ഇരിക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഷെയ്മോൾ ഓടി പൂളിക്ക് പോകണം കേട്ടോ. ഇതാണ് പൂള്. പിന്നെ പൂള് നമ്മൾ പ്രൈവസി സംബന്ധമായതുകൊണ്ട് തന്നെ അധികം വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാക്കണു പൂളാണ്. അപ്പോൾ ഇതാക്കണു ഈ യാമിമോൾക്ക് നല്ല സന്തോഷം, മക്കൾക്കൊക്കെ നല്ല സന്തോഷം കേട്ടോ. യാമിമോൾ കുറച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അടുത്തതായിട്ട് ഇതാക്കണം ഞാൻ ഫോൺ എടുക്കാൻ പോകുന്നപ്പോൾ എൻ്റെ പിന്നാലെ പോകുന്നതാണ്. ഓളെ പാർക്കിലൊക്കെ ഒന്ന് കളിക്കണേ, ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു ഈ ചൂടത്ത്. പിന്നുള്ള സംഗതിയാണ്, നല്ല ചൂടായതുകൊണ്ട് തന്നെ ഈത്തപ്പഴമൊക്കെ പഴുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല ഈത്തപ്പഴങ്ങളുണ്ടായിരുന്നു കേട്ടോ. ചെറുതായിട്ട് മഞ്ഞക്കളുണ്ടായിരുന്നു, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. കണ്ടപ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര ഒരു കുളിര്. ആഹാ. അപ്പോൾ ഇതാക്കണ സൂമി യാമിമോൾ ഇതാക്കണ പാർക്കിൽ ഉല്ലസിക്കണം, മറ്റുള്ളവരൊക്കെ അകത്താണ്. അപ്പോൾ ഏകദേശം സമയമൊക്കെയായി. നമ്മളെ മക്കൾസ് ഇതാക്കണം സ്നാക്സിൻ്റെ കെട്ട് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാക്കുന്നത് മൂതാതാൻ്റെ സ്വന്തം സ്പെഷ്യലായിരുന്നു. അധികം ആർക്കും കാണാൻ വേണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. മക്കൾസിനെ തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാക്കണം സ്നാക്സിൻ്റെ വീഡിയോസ് എടുത്തിട്ടില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ ഓടി കിച്ചണിക്ക് പോവുകയാണ്. അപ്പോൾ ഇതാക്കണം സ്നാക്സൊക്കെ ഏകദേശം തീർന്നു തുടങ്ങി തോന്നുന്നുണ്ട്. എന്നാലും ഉള്ളത് വെച്ചിട്ട് ഞാൻ ഇഷ്ടംപോലും കൂടി ഒന്ന് സെറ്റ് ആക്കിയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം സാധനങ്ങളൊക്കെ തീർന്നു തുടങ്ങിയത്. അപ്പോൾ ഇതാക്കണം വെള്ളത്തിൽ ചാടി എല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും സ്നാക്സൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാക്കണം ഇങ്ങനത്തെ സ്നാക്സ് ഇതൊക്കെ ഞങ്ങൾ കൊണ്ടുവന്ന കേട്ടോ. ഓരോരുത്തർ ഓരോ ഐറ്റംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതാക്കണു അങ്ങനെ സ്നാക്സൊക്കെ കഴിച്ചു. കുറച്ച് സ്നാക്സ് സ്വിമ്മിംഗ് പൂൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നിഷമോൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാക്കണം ഇവിടെ കുഞ്ഞകാക്കി മാനുപ്പാക്കി വന്നിട്ടുള്ളത്. ഒരു ഇതാക്കണം ഫുട്ബോളിന് ഇറങ്ങിയിരിക്കണം. ഞങ്ങൾ ലേഡീസ് ഫുള്ള് സ്വിമ്മിംഗ് പൂളിലാണല്ലോ. അപ്പോൾ ഇതാക്കണം കുഞ്ഞു മോനുമുണ്ട്, അവനും കൂടെ ഇതാക്കണം ഇവിടെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാക്കണു നമ്മൾ സ്പെഷ്യൽ ഐറ്റാണ്, ഷൈൻത്താൻ്റെ സ്പെഷ്യൽ ഐറ്റാണ് അത് പാനിപ്പൂരി കേട്ടോ. ഒരു എന്താണ് പറയുക, അന്ന് അവിടെ മെയിനായ ഒരു ഐറ്റാണ്. അതിന് ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ. അടിപൊളി സാധനമായിരുന്നു. കാര്യം നമ്മൾ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ഇന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്ര വൃത്തിയും കാര്യങ്ങളും തോന്നില്ല. അതുകൊണ്ട് കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് നമ്മൾ ആൾക്കാരെ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര വിശ്വസിച്ച് കഴിക്കാമല്ലോ. അടിപൊളിയാണ്, വേറെ ലെവൽ.
പാനിപ്പൂരിൻ്റെ ക്യൂ ആണ് കേട്ടോ ഇത് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ പോവാം. അപ്പോൾ നമ്മൾ ലേഡീസൊക്കെ ഏകദേശം ഒരു 8 മണിയപ്പോൾ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കയറിയതല്ല, ജെൻസ് വന്ന് ചാടി സ്വിമ്മിംഗ് പൂളിൽ കൈയടക്കിയതെന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്നാലും ക്യാമറയിട്ട് പോലെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. യാമിമോള് സാഹസങ്ങൾ കാണട്ടെ. പപ്പയും യാമിമോളും ഭയങ്കര തിമിർത്താടിയിരുന്നു. വെള്ളം കണ്ടാൽ പിന്നെ മക്കളും പപ്പാസൊക്കെ അങ്ങനെയാണ്, വേറെ വൈബായിരുന്നു. ലേഡീസൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പപ്പകളുടെ ഒരു മേളാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ കുറച്ച് എഡിറ്റ് ചെയ്യാത്ത കുറച്ച് വീഡിയോസും കയറ്റിയിട്ടുണ്ട്. കാരണം എന്തിനാണെന്നറിയോ, ഇത് നമ്മളെ ഫാമിലി ടൈമല്ലേ. അപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ട് എടുത്ത് നോക്കുമ്പോൾ കാണാമല്ലോ ഇതൊക്കെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് എഡിറ്റ് ചെയ്യാതെ അങ്ങനെ റോ ആയിട്ടിട്ട ഐറ്റംസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ബോറടിക്കുക കേട്ടോ, ചാൻസ് ഉണ്ട് ബോറടിക്കാൻ. അപ്പോൾ കുറച്ചൊന്ന് സ്കിപ്പ് ചെയ്ത് കണ്ടാൽ ഇത് സ്കിപ്പ് ചെയ്ത് ഇത് യാമിമോള് വെള്ളത്തിൽ മുങ്ങുന്ന രംഗമാണ് കണ്ടോ. പപ്പ മൂക്കൊക്കെ പിടിച്ച് കണ്ടോ എന്ത് മുങ്ങുന്ന ഇത് 1, 2 എന്നല്ല, അത് ലാസ്റ്റ് ആയപ്പോൾ ക്ഷീണിച്ചതാണ്. ആദ്യമൊക്കെ ഭയങ്കര മുങ്ങലേന്ന്. അതൊക്കെ നമ്മൾ കുട്ടിപ്പട്ടാംസ് ഇതൊക്കെ റെഡി വാങ്ങിട്ട് പറഞ്ഞ് ചാടുന്നുണ്ട്. ഒക്കെ വീഡിയോക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യട്ടോ. ഒക്കെ ഭയങ്കര സപ്പോർട്ടിങ് ആണ്. അപ്പോൾ അതാകണോ നമ്മളെ കുളിയും കാര്യങ്ങളും കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഏതായാലും ജെൻസ് ചാടി കുളിക്കാണല്ലോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ. ലബി തട്ടാൻ്റെ സ്പെഷ്യൽ ഐറ്റാണ് പുഡിങ്. 37 എന്തുണ്ടാക്കിയാലും എൻ്റെ മോളെ വേറെ ലെവലാണ്. അതുപോലെ ഇലർച്ചി മൂത്തച്ചി മത്സരിച്ച് ഫുഡ് ഉണ്ടാക്കും. നമുക്കൊരു നല്ല സന്തോഷമുള്ള കാര്യമാണ്. മക്കൾസ് ഇതാക്കണം ഇവിടെ കളിച്ചുകൊണ്ടിരിക്കേണ്ടതെന്നും നമ്മളവിടെ പുഡിങ്സ് കഴിച്ചുകൊണ്ടിരിക്കേണ്ടതെന്ന്. ആ സമയത്താണ് ഫുഡ് വന്നു എന്നുള്ളൊരു നിലവിളി ഞാൻ അവിടെ കേട്ടത്. ഞാൻ ഒന്നും നോക്കിയില്ല, ഓടി കഴിക്കാനല്ല കേട്ടോ, വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഉള്ളത് ആട് കുറുമയായിരുന്നു. ദെൻ നെയ്ച്ചോറുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. എപ്പോഴും ഓർഡർ ചെയ്യുന്ന കാറ്ററിംഗിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്ത് പപ്പടം നമ്മൾ ഈ എന്താ പറയുക പെരുന്നാൾ പപ്പടമൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ വലിയ പപ്പടമായിരുന്നു. കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാക്കണോ ഇത് ഓരോന്നും ഇത് നല്ല സീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൻ നല്ല കഷ്ടപ്പെട്ട് പൊളിച്ച് തരുന്നുണ്ട് ദിലുകുട്ടിയെന്ന്. ഓന് നല്ല സപ്പോർട്ട് ചെയ്തുകൊണ്ട് എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റി. അത് പായസം ചെയ്യുന്നു കേട്ടോ, സേമിയ പായസം. പിന്നെ ഇതാക്കണം നമ്മളെ ഫേവറേറ്റ് ഐറ്റം നമ്മളെ ചിക്കൻ 65. അതിനെ ടേസ്റ്റ് ചെയ്ത് നോക്കൽ നിർബന്ധമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും ഒരു പീസ് എടുത്ത് കഴിക്കുകയും ചെയ്തു കേട്ടോ. കുളി കഴിഞ്ഞാൽ നേരെ ഗ്രൗണ്ടിലേക്കാണ് ഓല് കയറിയിട്ടുള്ളത്. ലേഡീസ് ഫുള്ള് വെള്ളത്തേക്ക് പിന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ഞാൻ ഈ കുട്ടികളെ കൂടെ പെട്ടുപോയി ഗൈസ്. അതായത് കുട്ടികളൊന്നും നോക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇതിനൊന്നും നോക്കില്ല. ഞാൻ അവിടെ നിന്നു. അവിടെ നേരെ ഓപ്പോസിറ്റുള്ള റൂമാണ്. അവരിതൊക്കെ നല്ല അടിപൊളിയായി കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ പപ്പാരെ കളിയും കണ്ട് ഞാനിവിടെ വീഡിയോ എടുത്ത് നിൽക്കുന്നു. അപ്പുറത്ത് കുട്ടികളെ നോക്കുന്നുണ്ട്. 2 സംഗതി നടക്കുന്നുണ്ട് കേട്ടോ. 10 മണിയായ മാച്ചിൻ്റെ അവരെ കയറുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു മാച്ചിന് പറഞ്ഞ പോലെ കയറിയിട്ടുണ്ട്. അത് ആ റൂമല്ല കേട്ടോ, അതിൻ്റെ അപ്പുറത്തുള്ള വേറെ റൂമാണ്. അപ്പോൾ അവരൊക്കെ ടി വി ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. കമ്പനിയിൽ നിന്ന് വന്നപ്പോൾ ടിവിയും വൈഫൈയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ടി വി അല്ല കേട്ടോ, അത് കമ്പനിയുടെ ടി വിയാണ്. അപ്പോഴാണ് ഈ സാധനത്തിനെ കുറിച്ച് എനിക്ക് ഓർമ്മ വന്നിട്ടോ. ഇപ്പോൾ കൊടുക്കാൻ പറ്റിയ സാധനമാണ്. സ്വിമ്മിങ്ങും ഫുട്ബോളൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുന്ന പപ്പാരെ അടിയിലേക്ക് തന്നെ കൊടുത്താൽ ഇതും കഴിച്ചുകൊണ്ട് കുട്ടികളെയും കണ്ട് കുട്ടികളെ നോക്കി മാച്ചും കണ്ട് അവിടെ ഇരുന്നോളുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അത് ശരിയാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാക്കുന്ന ഷെയ്മോൾ വന്ന് ഇന്നെ ഹെൽപ്പ് ചെയ്യുന്നു കേട്ടോ. ഷെയ്മോളാണ് ഇവിടെ എൻ്റെ അസിസ്റ്റൻറ്റ്. ഓളാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു തരുന്നത്. അപ്പോൾ ഇതാക്കണോ ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടോ. ഒരു പകുതി എടുത്തിട്ട് നമ്മൾ എന്താ പറയുക സ്വിമ്മിംഗ് പൂളിലും കൊണ്ടുപോയി നമ്മൾ ലേഡീസൊക്കെ ഉണ്ടല്ലോ, ബാക്കി പകുതി എടുത്തിട്ട് ഞങ്ങൾ പപ്പാസിനും കൊണ്ടുപോയി കൊടുത്തിട്ടോ. മക്കൾസൊക്കെ ഇതാക്കണോ എല്ലാവരും വരുന്നുണ്ട്. ഇതാക്കണോ സൂമിക്കുട്ടി, ഇതാ ജാദുമോൻ, ഇതാ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണോ എല്ലാവർക്കും നല്ല വിശന്നാണ്. നല്ല ടേസ്റ്റുള്ള വാട്ടർമെലൻ എന്നാണ് കഴിച്ചവരൊക്കെ പറഞ്ഞത്. ഞാനത് കഴിക്കാറില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ടേസ്റ്റ് അറിയില്ല. കുരു മാറ്റിക്കളാം. നല്ല റെഡ് കളർ വാട്ടർമെലൻ ആയിരുന്നു കേട്ടോ. അതിൻ്റെ കുരുസൊക്കെ എന്താ പറയുക ഷെയ്മോൾ റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് റസ് വന്നത് എന്താ പരിപാടി എന്ന് ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞതാക്കണം ഇവിടുത്താണ് പരിപാടി, വാട്ടർമെലനാണ് എടുത്തോ എന്ന് പറഞ്ഞു. വേണോ വേണ്ടിയെന്ന് ആലോചിച്ചും കൊണ്ട് തലയിലും കൈ കെട്ടിയോടെ നിൽക്കുന്നു കേട്ടോ. എന്നെ നിർബന്ധിച്ചപ്പോൾ മൂപ്പരൊന്നും എടുത്തു. ഇതവിടെ ഫുട്ബോൾ കണ്ണൂർ കൊടുത്തിട്ട് ഞാൻ വേഗം സ്വിമ്മിങ്ങിൽ ഓടിയിട്ടോ. അവിടെ മൂത്തച്ചീസ് കട്ട വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഇതാക്കണോ ഞങ്ങളെ കുളി പരിപാടികൾ സ്വിമ്മിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാക്കണം ഞങ്ങളെ ഡ്രസ്സൊക്കെ ഇവിടെ ആകെ പരത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാക്കണം കുട്ടികളൊക്കെ നല്ല ചിൽ ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഡാൻസും മേളങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അടുത്തത് ഫുഡ് കഴിക്കുന്ന പരിപാടിയാണ് കേട്ടോ. നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ വീഡിയോസൊന്നുമില്ല, കുറച്ച് വീഡിയോസുള്ളൂ. പിന്നെ നിങ്ങൾ ബോറടിപ്പിക്കാനും വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ അതാക്കണം ഈ ഫുഡ് കഴിക്കുന്ന ചെറിയൊരു വീഡിയോ ക്ലിപ്പും കൂടി ഉണ്ട്. പിന്നെ എക്സ്ട്രാ പൊറാട്ട കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ അതാക്കണം ഈ ഫുഡ് കഴിക്കുന്ന വീഡിയോയോട് കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുക കേട്ടോ. അതിനുശേഷം എൻ്റെ മക്കളെ കൺക്ലൂഷനും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് കേട്ട അഭിപ്രായം പറയണേ. ഞങ്ങള് മാമിന്റെ കസിൻസ് ആണ്. അപ്പോൾ ഇന്ന് ഞങ്ങള് ഒരു ട്രിപ്പ് പോകുന്നതാണ്. എല്ലാ ഫാമിലീസ് ഒക്കെ ബ്യൂട്ടിഫുൾ ഇതായിരുന്നു. അതിന്റെ വീഡിയോ ഒക്കെ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിച്ചത്. മുന്നിക്കിരിക്കും ചീത്ത മാമല്ല, നല്ല മാമല്ലേ. പിന്നെ നല്ല കുട്ടിയാണ്. ഞങ്ങൾക്ക് എല്ലാ സാധനങ്ങളും വാങ്ങി തരും, എല്ലാ സാധനവും തരും ചെയ്യും.
അങ്ങോട്ട് കേറി വാ. ഹലോ ഗായ്സ്, അപ്പൊ ഇന്ന് നമ്മളുള്ളത് ഇസ്രായേലാണ്. നമ്മളിവിടെ മെയിൻ ആയിട്ടും വന്നത് ഒരു പൂള് കിട്ടാനും വേണ്ടിയിട്ടാണ്. നമുക്കത് കിട്ടുകയും ചെയ്തു, ഒക്കെ കിട്ടി. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് പറയാൻ വന്നിരിക്കുന്നത് ഇതൊരു നല്ല ട്രിപ്പാണ്. ഞങ്ങൾക്ക് ട്രിപ്പ് നല്ല ഇതായിട്ടാണ് തോന്നുന്നത്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തത്. ആ പൂളൊക്കെ ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്തു. പക്ഷെ ഞങ്ങളാരും പൂളിൽ നീച്ചിട്ടില്ലായിരുന്നു. പിന്നീട് ഇവിടെ എല്ലാവരും നീന്താൻ പഠിപ്പിച്ചതും അല്ല നീന്തൊക്കെ അറിയണ ഒരാള് നമ്മളെ മേമ. അപ്പം അത് നമ്മളെ ലൈഫ് ഗാർഡായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രത്യേകിച്ച് ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. അതിന്റെ സ്വിമ്മിംഗ് പൂളൊക്കെ എൻജോയ് ചെയ്ത് കഴിഞ്ഞിട്ട് മേമ ഭയങ്കര ചാട്ടമായിരുന്നു കേട്ടോ. ഭയങ്കര ചാട്ടം. ഇവിടെ മുതലാക്കാൻ കിട്ടിയത് മേമ, ഞാന്, ഫിനുവിനെ കിട്ടിയില്ല. മേമ, ഞാന്, ഈശ, ഇവര് മാത്രമുള്ള മുതലാക്കാൻ കിട്ടിയത്. പിന്നെ നേഹ, ഇവര് മാത്രമുള്ള മുതലാക്കാൻ കിട്ടിയത്. എല്ലാവരും ചാടി കുളിച്ചതൊക്കെ. അപ്പൊ ഇത് ഭയങ്കര നല്ല രസമുള്ളൊരു ട്രിപ്പായിരുന്നു. അപ്പം ബൈ. അപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. അപ്പോൾ മക്കൾ പറഞ്ഞ പോലെ വീഡിയോ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാക്കണം ഞങ്ങൾ പോരുകയാണ്, സാധനങ്ങളൊക്കെ എടുത്ത് പോരുകയാണ്. ഏകദേശം 12 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണം എല്ലാ സാധനങ്ങളും എല്ലാവരും പാക്ക് ചെയ്യുക. അതുപോലെ ഞങ്ങൾ യൂസ് ചെയ്യാത്ത ഒരുപാട് ഏരിയാസ് ഉണ്ട്. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അവിടെ ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളുള്ളത്. ഞങ്ങൾ നേരെ സ്വിമ്മിംഗ് പൂൾ എന്നുള്ള വിചാരം വെച്ച് വന്നുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതങ്ങനെ അസുട്ടൻ എന്നെ വിളിച്ചുകൊണ്ടേ കാണിച്ചു തരാണ് കേട്ടോ ഈ സ്ഥലം. അപ്പോൾ നമ്മൾ ടാറ്റ ബൈ ബൈ പറയാണ്. എല്ലാവരും ഇറങ്ങി തുടങ്ങി. ബൈ ബൈ ആയോ? അപ്പോൾ അങ്ങനെ മനസ്സോടെ ഇതാക്കൊണ്ട് ഞങ്ങൾ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോവാണ്. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ ബൈ. ആൻഡ് വൺസ് അഗൈൻ താങ്ക് യു. എല്ലാവരോടും ഒരുപാട് നന്ദി കേട്ടോ. റിയാദിൽ വന്നതിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. താങ്ക് യു.